കഥയും കൂടി പറഞ്ഞുതരാം. എന്തായാലും കണ്ടിട്ട് നമ്മള് 11 മണിന്റെ ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 8 മണിക്ക് എല്ലാവരുടെയും തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് മെയ് 21. അപ്പൊ ജോർജ് കുട്ടിയാണ് ലാലേട്ടന്റെ പേര്. മോൻ ആദ്യമായിട്ട് കാണാനല്ലേ. ദൃശ്യം 1, 2 കണ്ടിട്ടില്ല. 3 കാണാൻ പോവാണ് ആള്. 2013 ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ തൊട്ടല്ലേ എല്ലാവരും ഇത്രയും വർഷം കാത്തിരിക്കാ പറഞ്ഞ ആ ഒരു കഥയും കഥാപാത്രങ്ങളൊക്കെ അത്രയും നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കാണാൻ പോവാ. ഇനി സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് എടുക്കാം നമുക്ക്. ഓക്കെ 11 മണിക്കാട്ടോ ഷോ. ഇപ്പൊ തന്നെ 10:40 കഴിഞ്ഞു. നമ്മള് പറപ്പിച്ച് വിടുകയാണ്. നേരത്തെ 10 മണിക്കൊക്കെ പോകണം, അവിടുത്തെ ആംബുലൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ സിനിമ കാണാൻ ഇറങ്ങുമ്പോഴെന്താ ഒരു സമയമാകും. അതാണ് എന്റെ മോയിൻസ്, ഞാൻ പഠിച്ച എന്റെ സ്കൂള്. ഇതാണ് നമ്മുടെ മോയിൻസ്. പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പഠിച്ചിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സ്കൂളൊക്കെ തുറക്കാനായി. നമ്മുടെ കുഞ്ഞൂസ് സ്കൂളിൽ പോവാൻ തുടങ്ങാണ്. ഇതാണ് അമ്മ പഠിച്ച സ്കൂള് മോനെ. ആ ബിഗ് സ്കൂളാണ്. ആണടാ, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ തുറന്നിട്ടില്ല, ഗേറ്റ് തുറന്നിട്ടില്ല. ആ സൈഡല്ലേ. സൗജന്യ വൈദ്യുതി പദ്ധതി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ബില്ലുകൾ കുറഞ്ഞു. പടമൊക്കെ കണ്ടു കഴിഞ്ഞതാ. ഇവിടെയാണ് നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്നത്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അടിപൊളി. നല്ല തിരക്കുണ്ടായിരുന്നു. ഹൗസ്ഫുള്ളാണ്. എന്തായാലും ഫസ്റ്റ് പടം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനിയും പ്രേക്ഷകർ കയറുന്നു തോന്നുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ ദൃശ്യം കണ്ടിറങ്ങി അല്ലേ. കണ്ടിട്ട് കഴിഞ്ഞു. വല്ലതും മനസ്സിലായോ മോട്ടിക്ക്? ഇല്ല, ഒന്നും മനസ്സിലായില്ല. കൊറേ ലാലേട്ടൻ കാണുമ്പോ കൊറേ കൈയടിക്കും. നമുക്ക് കഥയൊന്നും മനസ്സിലായില്ല അല്ലേ. ശരിയാ, അതെ. കൊറേ സസ്പെൻസുകളുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും അതെ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അതെ, അപ്പൊ അടിപൊളി. അപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് നല്ലൊരു അടിപൊളി സമ്മാനം തന്നെ ജിത്തു ജോസഫ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും പോയിട്ട് കാണുക. ഓക്കെ. അല്ല, പണ്ടത്തെ പോലെ ഒരുപാട് മാറിട്ടോ. പണ്ടൊന്നും സിനിമയ്ക്ക് ഫാമിലി ആയിട്ട് വളരെ കുറവായിരുന്നു അല്ലേ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഫുൾ സിനിമയ്ക്കൊക്കെ അതുകൊണ്ടാണ് ഭയങ്കര ബിസിനസ് മാറിയത് അല്ലേ. എല്ലാരും ഫാമിലി മുഴുവനുണ്ട്. അതെ, എല്ലാവരും. മുത്തശ്ശിമാരൊക്കെ നല്ല പ്രായമുള്ളവരൊക്കെ നമ്മുടെ കാലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. പക്ഷെ അല്ലേ നന്നായി മാറി. അതെ, നന്നായിട്ട് മാറിയിട്ടുണ്ട്. കൊറേ അമ്മൂമ്മമാര് എല്ലാവരും അതേപോലെ തന്നെ ബുക്ക് ചെയ്യുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഒരു 10-200 രൂപയോളം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോ നഷ്ടം. 10-200 രൂപയോളം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ അല്ലെ. 2 ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോ 10-200 രൂപയോളം നഷ്ടമാണ്. അവിടെ പോയി എടുക്കുമ്പോ അത്രയില്ല. എന്തായാലും ഫസ്റ്റ് ആക്കി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ എല്ലാരും അല്ലെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല ചാർജ് വരുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. എക്സ്ട്രാ 50, 60, 70 ചില സ്ഥലത്ത് ഹൈലൈറ്റ് പള്ളിലൊക്കെ എത്ര 140-150 എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷെ ഇതേപോലത്തെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണം. അല്ലാണ്ട് നോർമൽ ആയിട്ട് കാണാൻ നിൽക്കുകയാണെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതൊന്നും കിട്ടില്ല. ഇപ്പൊ എന്തായാലും 1 വീക്ക് എല്ലാവരും ഓൺലൈനിലല്ലേ. എല്ലാവരും ഓൺലൈൻ തന്നെ. കാരണം ഈ 10-100 രൂപയ്ക്ക് വേണ്ടി ആരും ഇപ്പൊ അങ്ങനെ മാറ്റി വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലേ, നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെയാണ്. അതെ, നോക്കുമ്പോൾ നല്ല വ്യത്യാസം. ഓക്കെ, എന്തായാലും കാണാം. ഓക്കെ.